ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അങ്ങയുടെ സ്നേഹവും കൃപയും കരുണയും സംബന്ധവും ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പകൽക്കാലം മുഴുവനും ഞങ്ങളെ സംരക്ഷിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിശുദ്ധമായ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകിയതിനും പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നടത്തിയതിനും അങ്ങയുടെ സ്നേഹത്തിലും സമാധാനത്തിലും ഞങ്ങളെ ബലപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ മധ്യാഹ്നം പിന്നിട്ട ഈ നാഴികയിൽ ഞങ്ങളെല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം തന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വീകരിക്കുന്നു. അങ്ങ് ചെയ്തു തന്നതായ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. അശുദ്ധമായവയെ കർത്താവ് നീക്കിത്തരുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റും നടക്കുന്ന പൈശാചികമായ ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ അത് അകന്നു പോകട്ടെ. കർത്താവിന്റെ നാമത്തിൽ അത് വിട്ടുമാറട്ടെ. കർത്താവേ, നീ ഞങ്ങളെ ശുദ്ധീകരിച്ച് ചേർത്ത് പിടിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഈ പ്രിയപ്പെട്ടവർ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ധാവി സ്റ്റുഡിയോ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ലോകരാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ടവർ അവരായിരിക്കുന്ന സ്ഥലം, ജോലി മേഖലകൾ സകലതും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വചനത്തിൽ ഞങ്ങളെ ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനം വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. ഹല്ലേലൂയ. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഏതിനാൽ? നാവിനെ കുറിച്ചാണ് പറയുന്നത്. പിതാവും കർത്താവുമായവനെ നാവ് കൊണ്ട് സ്തുതിക്കുന്നു, ദൈവത്തിന്റെ തന്നെ സാദൃശ്യമായ മനുഷ്യനെ നാവ് കൊണ്ട് ശപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവബന്ധത്തിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു അവസ്ഥയാണ്, ഒരു അവയവമാണ് നാവ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ ഒരു വെളിപ്പെടുത്തലാണ്. ഹൃദയത്തിൽ എന്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നാവിലൂടെയാണ്. നാവ് സംസാരിക്കുന്നതായ വാക്കുകളിലൂടെയാണ്. നാവിന് മാനസാന്തരം വന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളം ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. നാവ് ശുദ്ധീകരിക്കപ്പെടുവാൻ അകം വിശുദ്ധീകരിക്കപ്പെടണം. നാവ് ശുദ്ധീകരിക്കപ്പെടുവാൻ അകം ശുദ്ധീകരിക്കപ്പെടണം. അകം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, അശുദ്ധി മാറണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം, യേശുവിന്റെ രക്തം കൊണ്ടുള്ള കഴുകൽ അവിടെ സംഭവിക്കണം. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ മക്കളായി തീരുമ്പോഴാണ് നമ്മുടെ അകം ശുദ്ധീകരിക്കപ്പെടുന്നത്. ആ നാവിനെ നാം സമർപ്പിക്കണം. ആ സമർപ്പണത്തെ ദിവസവും നാം പുതുക്കണം. ആ നാവിനെ നാം ദൈവബന്ധത്തോട് സമർപ്പിക്കണം. എന്താണ് ആ സമർപ്പണം? ബോധം വേണം, എന്റെ നാവ് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം അവിടെ കോട്ട് ചെയ്യുന്നു, ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങനെയാണ് സ്തുതിക്കുന്നത്? ആത്മാവിലാണ്. പിതാവായവനെ, കർത്താവായവനെ. കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പിതാവായവനെ, കർത്താവായവനെ സ്തുതിക്കുന്നു. ത്രിയേക തൃത്വൈക സ്തുതിയുടെ മധ്യേ നിന്റെ നാവിനെ നീ സമർപ്പിക്കുന്നു. അപ്പോൾ ഇത് സമർപ്പിക്കപ്പെട്ട നാവാണെന്ന് വിചാരിച്ചു സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. ദൈവത്തിന്റെ
സാദൃശ്യമായ മനുഷ്യർ. ദൈവം മനുഷ്യരെ അത്രത്തോളം സ്നേഹിച്ചു. ദൈവം സ്നേഹിക്കുന്നവരെ നാമും സ്നേഹിക്കണം. ദൈവം മനുഷ്യരെ മാനിക്കുന്നു. ദൈവത്തിന്റെ പ്രതിരൂപമായ മനുഷ്യർ, അവരെ നാം ഈ നാവെടുത്ത് സംസാരിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ ദൈവത്തെ മറക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തെ ഓർത്താണ് നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത്. ഈ വിശുദ്ധിയുടെ തലം ഹോളി സ്പിരിറ്റ് നമുക്ക് നൽകുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, അവന്റെ ഭാവം നിങ്ങളിൽ വരുമ്പോൾ, പുത്രത്വത്തിന്റെ ആത്മാവ് നിറഞ്ഞു വരുമ്പോൾ ഇത് സംഭവിക്കുന്നു. നമുക്ക് ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ത്രിയേക ദൈവ സാന്നിധ്യത്തിൽ കർത്താവിനോട് ചേർന്ന് ബ്ലസ് ചെയ്യാനും അനുഗ്രഹത്തെ സ്വീകരിക്കാനും വളരാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നാവിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി? എനിക്കും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ശുശ്രൂഷയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നാവ് ശുദ്ധീകരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നാവ് കൊണ്ട് ഒരുപാട് ദോഷം ചെയ്തവരാണ്. ശാപവാക്കുകള്, പ്രാക്കുകള്, അതുപോലെയുള്ള ദോഷങ്ങൾ, ദൂഷിച്ച വചനങ്ങൾ, അഹങ്കാരത്തിന്റെ വാക്കുകള്, നിഗളത്തിന്റെ വാക്കുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ നാവ് ഇന്ന് ശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധ വചനം കൊണ്ട് നിറയട്ടെ. ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്ന ആരാധനയുടെ നാവായി മാറട്ടെ. വിശുദ്ധിയുടെ ബന്ധമായി മാറട്ടെ. കൃപയുടെ നിറവായി മാറട്ടെ. ആത്മനിറവായി മാറട്ടെ. ആത്മാഭിഷേകമായി മാറട്ടെ. തങ്കച്ചോര കൊണ്ട് കർത്താവ് ഞങ്ങളെ കഴുകുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം ഇറങ്ങട്ടെ. പൈശാചികമായ ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകളിലെല്ലാം പൊട്ടപ്പെടട്ടെ. ഞങ്ങളുടെ ജോലി മേഖലകൾ, കുടുംബം, മക്കളുടെ വിദ്യാഭ്യാസം എല്ലാം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന ദൈവമക്കളോടുകൂടെ എന്നും എന്നാളും ഉണ്ടാകട്ടെ. വൈകുന്നേരം 8 മണിക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.